ഹലോ ഫ്രണ്ട്സ്, ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റമാണ് കണ്ട. ഈ ഒരു സംഭവം നമ്മൾ ചെയ്തേക്കണം. ഇതാണ് അയൺമാൻ്റെ മാസ്ക്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തേക്കണം എന്ന് അറിയാനായിട്ട് നമുക്ക് മേക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്ത ഭാഗങ്ങൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങൾ ഒരു കാർഡ് ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ വരച്ചിട്ട് കാർഡ് ബോർഡും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, പകുതി മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ചെറുതായിട്ട് അത് കട്ട് ചെയ്ത ഭാഗങ്ങൾ നമുക്കിങ്ങനെ മടക്കി താഴത്തേക്ക് മടക്കി കൊടുക്കാം. അതിനുശേഷം ആ ഒരു എൻഡ് പോയിന്റിലായിട്ട് നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ജസ്റ്റ് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു വരഞ്ഞ വരയെക്കൂടെ ഒട്ടിച്ച് കൊടുക്കാം സൂപ്പർ ഗ്ലൂ. ഈ കട്ട് ചെയ്യുന്നതാണ് നമ്മുടെ താടിയുടെ ഭാഗം വരുന്നത്. അതായത് ഈ ഒരു അടിഭാഗത്ത് വരുന്നത് പൊസിഷനാണിത്. അവിടെ നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ച് ജസ്റ്റ് മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഈ ഒരു പൊസിഷനിലാണ്, അതായത് ഈ കട്ട് ചെയ്തേക്കണ ഭാഗത്താണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തേക്കണ രണ്ട് സൈഡ് വിങ്ങിലെ ഭാഗം ഒട്ടിച്ച് കൊടുക്കണത്. ജസ്റ്റ് ഇപ്പോൾ ഈ ഇതിൽ കാണുന്ന പോലെ ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ മാസ്കിൻ്റെ ഫ്രണ്ട് പൊസിഷൻ വരുന്നത്, അതായത് നമ്മുടെ മാസ്കിൻ്റെ ഹെഡ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു പ്രിൻ്റ് വെച്ചിട്ട് ജസ്റ്റ് കാർഡ് ബോർഡിൽ വരച്ചിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് സെറ്റാക്കി എടുക്കണം. ഈ
ഈ ഒരു സൈഡിലും നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ സൈഡിൽ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. കാരണം എല്ലാ ജോയിൻറ്റിലും സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചിട്ട് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുത്താൻ ശ്രമിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ മാസ്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാസ്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മാസ്കിൻ്റെ എല്ലാ പാർട്സും ഇപ്പോൾ നമ്മൾ കാർഡ് ബോർഡിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഏകദേശം മാസ്കിൻ്റെ ഒരു ഫേസ് ലുക്കൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം കാർഡ് ബോർഡിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇയർ പീസ് ചെയ്യലാണ്. അതിനായിട്ട് ഞാൻ ഒരു ഇലക്ട്രിക്കൽ വയർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് ആ റൗണ്ട് ഷേപ്പിൽ സൂപ്പർ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ വെക്കണതാണ് ഈ ഒരു ഇയർ പീസിൻ്റെ ഭാഗം. അത് നമ്മളും കാർഡ് ബോർഡിൽ തന്നെയാണ് കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് റെസിനും ഹാർഡനറും ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാസ്കിലേക്ക് അത് പുരട്ടി കൊടുക്കാം. നമ്മുടെ മാസ്ക് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കിട്ടും. റെസിനും ഹാർഡനറൊക്കെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഹാർഡാക്കി എടുക്കാം. അതിനുശേഷം ഇത് ഉരച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. നമുക്ക് ഉരച്ച് റെഡിയാക്കി എടുക്കാം. ഈ ഉരച്ച് റെഡിയാക്കിയേക്കണ ആ മാസ്കിലേക്ക് നമ്മൾ പുട്ടിയിടാനാണ് അടുത്ത പ്ലാൻ നമ്മുടെ. അപ്പോൾ അതിനകത്തൊരു പുട്ടിയിൽ ഹാർഡനർ മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ മാസ്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറിയ കനത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുട്ടിയിട്ട മാസ്കിൻ്റെ ബാക്കി ഭാഗങ്ങളെ കുറച്ച് മിനുസപ്പെടുത്തി ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതിനകത്തൊരു ബേസ് കോട്ട് അടിക്കണം. അത് നമ്മൾ വൈറ്റ് പ്രൈമറാണ് അടിക്കണത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ കളറ് അപ്ലൈ ചെയ്യണത്. നമ്മുടെ മാസ്കിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസ്ക് പൊക്കാനും താഴ്ത്താനായിട്ട് നമ്മൾ ഉപയോഗിച്ചാണത് 100 RPM വരുന്ന ഒരു ഗിയർ മോട്ടറാണ്. ഇത് DC ഗിയർ മോട്ടറാണ്. ഇതൊരു 3 വാട്ട് ടു 5 വോൾട്ടിനുള്ളിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി പിന്നെ ഒരു വയറിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 ഗിയറിൽ നമ്മൾ സാധാരണ കമ്പി വളച്ച് MC വെച്ച് ഒട്ടിച്ചേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാനൽ, ഈ ഒരു മാസ്കിൻ്റെ ഹെഡിൽ പേന കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു കമ്പി കയറ്റി വെച്ചാണ്. അത് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലൂസായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസ്കിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ലൈറ്റ് വെക്കണം. അപ്പോൾ കണ്ണിൽ വെക്കാനായിട്ട് ഒരു ലൈറ്റ് സെറ്റ് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു സംഭവം എടുത്താണത്. അപ്പോൾ നമുക്ക് മാസ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വരും കണ്ടോ. നമുക്ക് ജസ്റ്റ് ഇത് ഇതുപോലെ വയ്ക്കാൻ, പിന്നെ അത് നമുക്ക് ലൈറ്റ് വെക്കാം. പിന്നെ നമുക്ക് LED ബൾബാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു നീല കളർ LED എടുത്തിട്ടുണ്ട്. നീല ലൈറ്റാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഈ ഒരു സ്പോട്ടിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ,
അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഗ്ലൂ കണ്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ മാസ്കിൻ്റെ ഉൾഭാഗമായിട്ട് വന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LED നമ്മൾ ഇവിടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും അതുപോലെ ഇവിടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ ജസ്റ്റ് ഫ്ലക്സ് കീക്ക് വെച്ചിട്ട് ഒട്ടിച്ച് ക്ലിയർ ചെയ്തേക്കാണ്. അപ്പോൾ ഈ രണ്ട് വയറിൻ്റെയും കണക്ഷൻ വന്നേക്കണത് മെയിൻ വയറിലോട്ട്, അതായത് നമ്മളെല്ലാം ഒരു 3-way ജംഗ്ഷൻ പോലെ യോജിപ്പിച്ചേക്കാണ്. അതായത് മോട്ടറിൽ നിന്ന് തന്നെ കേബിളും അതുപോലെ രണ്ട് സൈഡിൽ നിന്നും തന്നെ LED കേബിൾ ഒരുമിച്ചാക്കിയിട്ട് അത് നേരെ ഒറ്റ വയറാക്കിയിട്ട് നേരെ കേബിൾ വന്നേക്കണത് നമ്മൊരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ഇത് dpdt സ്വിച്ച് എന്നാണ് ഇതിനെ പറയുക. അതായത് ഇതിനകത്ത് ഫോർവേഡും റിവേഴ്സും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് 6 ലീഡ് ഉണ്ടാവും അതിനകത്ത് ഏതെങ്കിലും 2 അറ്റത്തെ പോയിന്റ് നമ്മൾ ക്രോസ് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ വയർ മാറ്റിയിട്ട് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ, ക്ലിയർ ചെയ്ത് ക്രോസ് കൊടുത്താണോ ഓരറ്റത്തുനിന്ന് ഇൻറ്റ് പോലെ കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും 2 സൈഡിലായിട്ട് നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻസ് കൊടുക്കണം. അത് പോയിന്റിലാണ് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കണം, അതായത് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കണേ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് നമുക്ക് മോട്ടറിലേക്ക് പോകേണ്ട, അതായത് മാസ്കിലേക്ക് പോകേണ്ട കണക്ഷൻ അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് നമ്മൾ കൊടുത്തേണത്. അങ്ങനെയാണ് ഈ dpdt സ്വിച്ചിൻ്റെ വർക്കിംഗ് വരുന്നത്. 3.7 2 ബാറ്ററി പാരലായിട്ട് കൊടുത്തുന്നുള്ളൂ. ഇത് എൻ്റെ ഉണ്ടായ ഒരു ബാറ്ററി കേസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തെന്നുള്ളൂ. അത്രേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻസ് വന്നത്. നമ്മൾ കണക്ഷൻസൊക്കെ കൊടുത്തേക്കണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.